അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളെ അറിയിക്കാറ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. നമുക്ക് ലഭിക്കുന്ന മരണവാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില മരണവാർത്തകൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മരണവാർത്തകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന മരണവാർത്തകൾ, അങ്ങനെയുള്ള വാർത്തകൾ ചിലപ്പോൾ ഒരുപാട് താമസിച്ചേക്കാം. അങ്ങനെ ഒരു മരണവാർത്തയാണ് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞത്. ഏതൊരു മാതാപിതാക്കൾക്കും പേടി തോന്നുന്ന ഒരു മരണമാണിത്. മക്കളെക്കുറിച്ച് ആദി തോന്നുന്ന ഒരു മരണമാണിത്. എല്ലാവർക്കും മക്കളുള്ളതാണ്. നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ നമുക്കൊന്നും സമാധാനം എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മരണമാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ, ആമീൻ. നല്ലൊരു പൊന്നുമോള്, എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്? ചെറുപ്പക്കാരായ ചെറിയ മക്കൾ ഈ അടുത്തായിട്ട് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചത്? പടച്ച റബ്ബ് തന്നെ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 5 നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കളെ ഇല്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ആമീൻ. ഏറെ സങ്കടത്തോടെയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഒരുപാട് താമസിച്ചു പോയത്. കോളേജ് വിട്ട് നടന്ന് കൂട്ടുകാരോടൊപ്പം താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഈ പൊന്നുമോൾ. പോകുന്നതിനിടെയാണ് ഈ പൊന്നുമോള് കുഴഞ്ഞു വീണു പോകുന്നത്. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ MSc മൈക്രോബയോളജി വിദ്യാർത്ഥിനി ഹസ്നീന ഇല്യാസാണ് മരണപ്പെട്ടിരിക്കുന്നത്. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. കോളേജ് വിട്ട് കൂട്ടുകാരോടൊപ്പം സംസാരിച്ചും കുശലങ്ങൾ പറഞ്ഞും ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. ഇതുവരെ ഒരു പ്രശ്നവുമില്ലാത്ത കുട്ടിക്ക് പെട്ടെന്ന് ദേഹാസ്വസ്ഥമുണ്ടാവുകയാണ്. അതിനോടകം തന്നെ കുട്ടി കുഴഞ്ഞു വീഴുകയും സഹപാഠികളും കോളേജ് അധികൃതരും കൂടി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. മലപ്പുറം വണ്ടൂർ സ്വദേശി അസ്നീനയാണ് മരണപ്പെട്ടത്. 23 വയസ്സ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് മരണങ്ങൾ ഈ അടുത്തായി നടന്നിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുന്നനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കളാണ് അല്ലാഹ്. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ബുദ്ധി കൊടുക്കണേ റബ്ബേ. ഒരു മാതാപിതാക്കൾക്കും മക്കളില്ലാത്ത ജീവിതം നീ കൊടുക്കല്ലേ റബ്ബേ. ഒരുപാട് മക്കൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലത്തെ പെട്ടെന്നുള്ള പിടുന്നതിനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.